അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ എല്ലാവരും നാട്ടിലേക്ക് പോകാൻ റെഡിയാവുകയാണ്. ഇന്ന് ഞങ്ങളെല്ലാവരും നാട്ടിലേക്ക് പോവുകയാണ്. ഗൈസ്, ഇവർക്ക് ട്രെയിനിന് പോകുന്നവരാണ്, ഞങ്ങൾ പിരിയുകയാണ്. സങ്കടമല്ലേ? നേരം പുലർന്ന് വരുന്നേ ഉള്ളൂ. എല്ലാവരും ഉറക്കച്ചടവിലാണ്. റെഡിയായിട്ട് എല്ലാവരും വണ്ടി കയറിയിരുന്നു. ചെറിയൊരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴത്തേക്കും നേരം പുലർന്ന് തുടങ്ങിയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡൽഹിയിലൂടെ അത്ര വലിയ തിരക്കെന്ന് പറയാനുണ്ടായിട്ടില്ല റോഡിലൊന്നും. കാരണം പുലർന്ന് വരുന്നതല്ലേ ഉള്ളൂ. സ്കൂൾ കുട്ടികളും ഇതൊക്കെ ആയിട്ടുള്ള തിരക്ക്, ചെറിയൊരു തിരക്ക് മാത്രം. എന്നാലും നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ച് നല്ലൊരു തിരക്ക് തന്നെയാണ് ഉള്ള റോഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകേണ്ടവർ എയർപോർട്ടിലേക്കും, ട്രെയിനിന് പോകാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാൻ ഉണ്ടവർ അതിലേക്കുമായിട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എന്നാൽ റോഡെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലെ പോലെയല്ല, നല്ല വൃത്തിയുള്ള റോഡ്. അതിന് ചുറ്റും ഇങ്ങനെ രണ്ട് സൈഡിലെല്ലാം ആയിട്ട് നല്ല വാട്ടർ ഫൗണ്ടൻസും ചെടികളും ഇതൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ പിന്നെ ഓരോ കാഴ്ചകളും ഇങ്ങനെ കണ്ടുകൊണ്ട് ബസ്സിലിങ്ങനെ ഇരുന്നു. നമ്മളെ ട്രിപ്പ് കഴിഞ്ഞു. ഒരു 15-20 മിനിറ്റ് കൂടെ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ. എല്ലാരും ഹാപ്പി അല്ലേ? മഞ്ഞൊക്കെ കണ്ടില്ലേ? ഉണ്ടല്ലോ അല്ലേ? മഞ്ഞില്ലേ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് അത്യാവശ്യം മഞ്ഞ് കിട്ടിയില്ലേ? കൂടുതൽ. പിന്നെന്താ, അപ്പൊ ഈ ഗ്രൂപ്പൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. വാട്സപ്പ് ഒക്കെ അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ ഗ്രൂപ്പിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ആക്റ്റീവ് ആവുക. എല്ലാവരും ഓരോ തിരക്കിലൊക്കെ ആവും ട്രിപ്പൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ. എന്നാലും ഇടയ്ക്കൊക്കെ ഗ്രൂപ്പൊക്കെ ആക്റ്റീവ് ആവുക. ഇവിടുന്ന് കിട്ടിയ ബന്ധങ്ങളൊക്കെ കീപ്പ് ചെയ്യില്ലേ? പിന്നെ ഒരു കുഴപ്പമില്ല, വന്നോളൂ. ഒരു കുഴപ്പമില്ല, പറഞ്ഞാ മതി. അതിലങ്ങനെ ഒരു ദിവസം പോകുള്ളൂ. നിങ്ങൾക്കൊരു വീട് തന്നെ അറേഞ്ച് ചെയ്ത് തന്നേക്കാം. മതിയാ? തീർത്ത് ഒരു ദിവസത്തെ വീട് സ്പ്ലിറ്റ് ചെയ്തിട്ടിക്ക പോലും ആ ഒരു വീട്ടിൽ നിൽക്കാനാ പറ്റി. ഇനി ഇങ്ങനത്തെ ഇത് പറയണ്ടോ? കേൾക്കോ? അല്ലെന്തെങ്കിലും എന്നെ നിജുവിനെ കോണ്ടാക്ട് ചെയ്താൽ മതി മണാലിയിലേക്ക്. നിജുവിന്റെ നമ്പർ. ഒരു കുടുംബമായി കഴിഞ്ഞവർ പെട്ടെന്ന് പിരിയാനായല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ അടുത്തെത്തുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു എല്ലാവർക്കും. എന്തോ ഒരു അത്രയും നമ്മൾ ആ ഒരാഴ്ച കൊണ്ട് ഭയങ്കര എല്ലാവരുമായിട്ട് നല്ല അടുപ്പായതല്ലേ. അപ്പോൾ പെട്ടെന്ന് പിരിയാന്ന് പറയുമ്പം എന്തോ ഒന്ന് ഇതായ പോലെ. പിടിച്ചോളി. ഒരു 15 ദിവസം സമാധാനം. ഇതിനെ കൂടെ ട്രെയിനിൽ കയറ്റിയിടും. ഒരു കാര്യം ആരേലും അല്ല തലയില്ലാതുകൊണ്ട് കുഴപ്പമില്ല. ഫോട്ടല്ല വീഡിയോ. ടെർമിനൽ 3 മുമ്പിലാക്കുന്നത്. എടുക്കാൻ പറ്റുമോ? ഫോൺ നമ്പർ പറയും. അങ്ങനെ ട്രെയിനിൽ പോകുന്നവരെ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി വിട്ടിട്ട്
ഞങ്ങൾ തിരിച്ച് വണ്ടി കയറി ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകുന്നത് ഇവർ എയർപോർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പിള്ളേരെല്ലാം അതിലായിരുന്നുകൊണ്ട് അവരെല്ലാം ഇറങ്ങിപ്പോയപ്പോൾ തന്നെ ഫുള്ളും എന്താ പറയുക, എന്തോ ശൂന്യതയായിരുന്നു. നമ്മൾ വണ്ടിയിൽ മൊത്തം ഒരു ഒച്ചയില്ല ബഹളവും ഇല്ലാത്ത പോലെ ആ ഒരു സങ്കടം എല്ലാവർക്കും വല്ലാത്തൊരു സങ്കടമായി. അങ്ങനെ ഞങ്ങൾ പുറത്തെ കാഴ്ചകൾ കണ്ടിങ്ങനെ ഇരുന്ന് എയർപോർട്ടിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് പിന്നെയും 1 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു എയർപോർട്ടിലേക്ക്. പിന്നെ പുറത്തെ കാഴ്ചകൾ കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് എല്ലാവരും പുറത്ത് നോക്കിയിരിക്കലായി. എല്ലാവർക്കും ഒരു വല്ലാത്ത വിഷമമുള്ളത് കൊണ്ട് തന്നെ പുറത്തെ കാഴ്ചകളിലേക്ക് മനസ്സും കണ്ണും ഒരുപോലെ കൊണ്ടുപോയി അതിൽ ആസ്വദിച്ചിരുന്നു. ഈ ട്രിപ്പ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മറക്കാനാവാത്ത അനുഭവം തന്നെയായിരുന്നു. കാരണം ഒരു പരിചയമില്ലാത്ത കുറേ ആൾക്കാരെ ഒരു കുടുംബം പോലെ ആകാൻ പറ്റി. അത്രയും അടുത്ത് നല്ല രസമായിരുന്നു. എല്ലാം കൊണ്ട് നമ്മൾ എൻജോയ് ചെയ്തു. റോഡിൻ്റെ ഇരുവശത്തായിട്ട് ഇങ്ങനെ പലതരത്തിലുള്ള ഈ തുളിപ്പ് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതാണ്. നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടെയൊക്കെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ തോന്നിപ്പോയി. അത് ഒരുപാട് കല്യാണ ആൾക്കാരും എല്ലാം വന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ കാണുന്നുണ്ടായിരുന്നു. എന്തൊരു ഭംഗിയാണ് കാണാൻ. ശരിക്കും നിങ്ങൾക്ക് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര ഒരു എന്താ പറയുക തൃപ്തിയായിരുന്നു. പിന്നെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റി, നല്ല ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി, നല്ല ബന്ധം സ്ഥാപിക്കാൻ പറ്റി. ഇതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലേക്കുള്ള ഗേറ്റ് കടന്ന് ഇങ്ങനെ എയർപോർട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും ടെർമിനൽ 3യിലാണ് ഇറങ്ങിയത്. പക്ഷെ എനിക്ക് ടെർമിനൽ 2യിലേക്കായിരുന്നു പോകേണ്ടത്. പക്ഷെ അവിടെ നിന്ന് നടന്നിട്ട് പോകാമെന്നുള്ള രീതിയിൽ പിന്നെ എല്ലാവരും ഒരുമിച്ചിട്ട്, കാരണം പിന്നെ ടെർമിനൽ 2യിലേക്ക് കുറച്ച് ചുറ്റി പോവേണ്ടതുണ്ട്. അതിനേക്കാൾ നല്ലത് ടെർമിനൽ 3യിൽ ഇറങ്ങിയിട്ട് ഞാൻ എല്ലാവരുടെ കൂടി ഇറങ്ങി യാത്ര പറഞ്ഞിട്ട് ടെർമിനൽ 2യിലേക്ക് നടന്നു പോകാമെന്ന് വിചാരിച്ച് ടെർമിനൽ 3യിലേക്ക് കടക്കുകയാണ് ഞങ്ങൾ. എയർപോർട്ടിലേക്ക് എത്തുന്നേരം മനസ്സിന് വല്ലാത്തെന്ന് പറയാം സങ്കടമായിട്ടാണെന്ന് എന്താണെന്നറിയില്ല, മനസ്സ് വല്ലാണ്ടൊരു പിടക്കുന്നുണ്ടായിരുന്നു. സങ്കടം കൊണ്ടും ടെൻഷൻ കൊണ്ടൊക്കെ ആയിട്ട്. പിന്നെ വലിയ എയർപോർട്ടാണല്ലോ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, നല്ല തിരക്കുള്ളതാണ്. അങ്ങനെ അവിടെ നിന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞാൻ എൻ്റെ ടെർമിനൽ 2യിലേക്ക് പോവുകയാണ്. സത്യം പറഞ്ഞാൽ കരഞ്ഞു പോയിനി. അവരൊരു അത്രയും നല്ല അടുപ്പായിരുന്നു. കുറേ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, നോക്കുമ്പോൾ കുറേ നടക്കാറുണ്ടായിരുന്നു ടെർമിനൽ 2യിലേക്ക്. ഞാനാകെ പെട്ടുപോയി. പിന്നെ കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് ചുറ്റും അതിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ട് ഞാൻ നടന്നിട്ട് കാലും വേദനിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ കാലും വേദനിച്ചുകൊണ്ട് ഞാനിങ്ങനെ നോക്കി മെല്ലനെ നടന്ന് അവിടെ. അപ്പോഴാണ് ഒരു സമാധാനമായത്. ഇത്രയൊക്കെ നടന്നിട്ട് ആ കാല് വേദനിക്കുന്നുണ്ടെങ്കിൽ കൂടി അത് നമ്മൾ പോകാനുള്ളത് എത്തിയപ്പോൾ ഒരു സമാധാനമായി.
അങ്ങനെ ബോർഡിംഗ് ഒക്കെ എടുത്ത് അവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണമായിരുന്നു. കാരണം എനിക്ക് 2 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്തു. വിശക്കുന്നുണ്ടെങ്കിലും ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ടച്ച് ഫ്ലൈറ്റാണ്. അപ്പം ബാംഗ്ലൂർ പോയിട്ട് ബാംഗ്ലൂരിൽ നിന്നാണ് കണ്ണൂരേക്ക് ഉണ്ടായിരുന്നത്. ഞാൻ വെച്ച് ഏതായാലും ബാംഗ്ലൂർ എത്തിയിട്ടാകുമ്പം വല്ലതും കഴിക്കാം. അപ്പോൾ ഇവിടുന്ന് കഴിക്കാതെ നിന്നാൽ പിന്നെയും കുറേ ലേറ്റ് ആവും. പിന്നെ അവിടെ ഇരിക്കാനൊന്നും സ്ഥലമില്ലായിരുന്നു, നല്ല തിരക്കുള്ളതുകൊണ്ട് എയർപോർട്ടിൽ. ഞാൻ വെച്ച് ഇനി ഏതായാലും ബാംഗ്ലൂർ എത്തിയിട്ട് കഴിക്കാമെന്ന്. ഇങ്ങനെ ഒരുപാട് ഫ്ലൈറ്റ് ഇങ്ങനെ വരുകയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ബാംഗ്ലൂരൊക്കെ പോകേണ്ട ഫ്ലൈറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. നല്ല രസമില്ലേ കാണാൻ. അതും നോക്കി ഇങ്ങനെ കുറച്ച് സമയം ഇരുന്നു. അപ്പോഴത്തേക്കും ഫ്ലൈറ്റ് കയറാനുള്ള ടൈമായി. ഞങ്ങളെ വിളിച്ച് ഞങ്ങളെല്ലാവരും ഇങ്ങനെ കയറാൻ വേണ്ടി പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഒറ്റക്ക് ഡൽഹിയിൽ നിന്ന് തിരിച്ചിട്ടിങ്ങനെ ബാംഗ്ലൂർ ടു കണ്ണൂരൊക്കെ ഞാൻ ഫസ്റ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടി എല്ലാം നല്ല ആൾക്കാർക്ക് ഒന്നും പ്രശ്നമില്ല, നല്ല രസമായിരുന്നു. അപ്പോൾ വിൻഡോ സീറ്റ് കിട്ടിയതുകൊണ്ട് തന്നെ അവിടെ ഇരുന്നിട്ട് കുറച്ച് ആസ്വദിച്ച്. പിന്നെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ, ഇങ്ങനെ ഒറ്റയ്ക്ക് പോണതും വരുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ ഒരു ഇതായതുകൊണ്ട് ഞാൻ നല്ലോണം ആസ്വദിച്ചു. അങ്ങനെ ഞാൻ ബാംഗ്ലൂർ എയർപോർട്ടിലെത്തി. ഇവിടെ കുറച്ച് സമയം 2-2.5 മണിക്കൂറോളം കാത്തിരിക്കേണ്ടതുണ്ട്. ഞാൻ വെച്ചേതായാലും ഇനി ഭക്ഷണമെല്ലാം കഴിക്കാമല്ലോ, വിശക്കുകയും ചെയ്യുന്നതല്ലേ. അപ്പം അങ്ങനെ നേരെ റെസ്റ്റോറൻറ്റ് നോക്കിയിട്ട് നടക്കുകയാണ്. ഇറങ്ങിയിട്ട് നല്ല രാത്രിയല്ല, നമ്മുടെ സന്ധ്യാസമയത്താണ് അവിടെ എത്തിയത്. അപ്പോൾ അതിൻ്റേതായ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ബാംഗ്ലൂറും ഞാൻ ആദ്യമായിട്ട് കാണുന്ന എയർപോർട്ടാണ്, പറയുന്ന കേട്ടതല്ലാതെ. അപ്പോൾ നല്ല വലിയ എയർപോർട്ട് തന്നെയാണ് ബാംഗ്ലൂർ എയർപോർട്ടും. കാണാൻ നല്ല ഭംഗിയുള്ളൊരു എയർപോർട്ട് തന്നെയായിരുന്നു അതും. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എന്താ പറയണ്ടത്, ഞാൻ ഒരിക്കലും കാണുമെന്ന് വിചാരിച്ച കാര്യങ്ങളല്ല ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ കൗതുകമുണ്ട്, ആകാംക്ഷയും എല്ലാം കൂടി തന്നെ ഞാൻ നടന്നു. അങ്ങനെ അവസാനം ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനൊരു ജ്യൂസിനും സാൻഡ്വിച്ചിനും ഒക്കെ ഓർഡർ ചെയ്തിട്ട് ഞാനിങ്ങനെ ഇരുന്ന്. പിന്നെ എന്താ പറയുക, വല്ലാത്തൊരവസ്ഥയായിരുന്നു ഒറ്റക്കായ. അങ്ങനെ ഫ്ലൈറ്റ് കയറേണ്ട ടൈമായപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറി ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ്. നല്ല എന്താ പറയുക, നൈറ്റ് വ്യൂ ആയതുകൊണ്ട് കാണാൻ നല്ല ഇതുണ്ടല്ലോ. അപ്പോൾ അതിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഫ്ലൈറ്റിൻ്റെ അടുത്ത് എത്തി. നോക്കുമ്പോൾ ഒരു ചെറിയ ഫ്ലൈറ്റ് കാണാൻ എന്ത് രസമാണെന്നറിയോ, ചെറിയ ഫ്ലൈറ്റായിട്ട്. എനിക്ക് കാണുമ്പോൾ ചിരിയും വരുന്നു. എന്താ പറയണ്ടത്, ഞാൻ അത്ര വരെ കയറിയതൊക്കെ വലിയ ഫ്ലൈറ്റ് ആയിരുന്നു. നിങ്ങൾക്ക് നല്ല ചെറുതായതുകൊണ്ട് കയറുമ്പോൾ നമ്മളെ തല മുട്ടുന്ന പോലെ അത്രയും ഒരു ഇടുങ്ങിയത് ആ ഒരിതായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് 2 മണിക്കൂർ എങ്ങാണ്ടാണ് കണ്ണൂരേക്കുള്ളതെന്ന് പറഞ്ഞേ. അങ്ങനെ അവിടെ കയറി ഇരുന്നപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഒരു കണ്ണൂരിലെ മിംസിൽ വർക്ക് ചെയ്യുന്നൊരു ഡോക്ടറായിരുന്നു. അപ്പം അങ്ങനെ ആ ഡോക്ടറോട് സംസാരിച്ചിട്ടൊക്കെ ഇതായി. അങ്ങനെ ടൈം പോയത് അറിഞ്ഞില്ല, പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ അവസാനം കണ്ണൂരെത്തി. എവിടെ പോയാലും നമ്മളെ നാട്ടിൽ വന്ന് ഇറങ്ങുമ്പം അവിടുത്തെ ആ കാറ്റും മണവും ഇതൊക്കെ അടിക്കുമ്പോഴുള്ള ആ ഒരു സമാധാനവും മനസ്സിലുണ്ടാകുന്നൊരു സന്തോഷമില്ലേ, അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ഇനി ലഗേജൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ പുറത്ത് മോളെയും കൂട്ടിയിട്ട് ഹസ്ബൻഡ് കൂട്ടാൻ വന്നിട്ടുണ്ടേനും. അപ്പം അവരെ കാണാനുള്ള ഇതും എന്താ പറയണ്ട എല്ലാം കൂടി ഭയങ്കര മിസ്സായിനേനു അവരെല്ലാം. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നാട്ടിലെത്തിയപ്പോൾ അവരെ കാണാൻ വേണ്ടി ഇങ്ങനെ വല്ലാണ്ട് ഇതായി. അപ്പം അങ്ങനെ പെട്ടെന്ന് തന്നെ ഇറങ്ങി നടന്ന് ലഗേജിന് വേണ്ടി കാത്തിക്കാൻ തുടങ്ങി. പക്ഷെ എന്താണെന്നറിയില്ല, കൂടുതൽ ടൈമൊന്നും കാത്തിക്കേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ ലഗേജ് കിട്ടി. അതും ഒരു സമാധാനമായിരുന്നു. അങ്ങനെ ലഗേജും എടുത്തിട്ട് പുറത്തേക്ക് വേഗം നടന്നു. കാരണം മോളെ ആദ്യമായിട്ടാണ് ഇത്രയും വിട്ട് നിൽക്കുന്നത്. മോളെ കാണാനുള്ള ഇത് വല്ലാണ്ട് ഇങ്ങനെ മുട്ടി നിൽക്കുകയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഓടി പുറത്തേക്ക് വന്ന്
അപ്പോൾ ഞാൻ നാട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. എന്റെ മോളാണ് ഗൈസ്, എന്റെ മോളാണ് കൂട്ടാൻ വന്നത് ഗൈസ്. അപ്പൊ ശരി, വീണ്ടും കാണാം പുതിയൊരു ട്രാവൽ വീഡിയോയുമായി. ഗുഡ് നൈറ്റ്. അല്ല ഫാത്തിമ പറഞ്ഞേ ബൈ ബൈ. ബൈ ബൈ. ലൈറ്റ് കുറവാണ് ഇവിടെ.